തക്ബീർ ഇല്ലാണ്ട് എന്ത് പെരുന്നാളാണ്? പെരുന്നാളെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ കൽബിൽ ഓർമ്മ വരുന്നത് തക്ബീറിൻ്റെ അലയൊലികളാണ്. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും അങ്ങാടികളിൽ നിന്നൊക്കെ ഉയരുന്ന തക്ബീറിൻ്റെ മന്ത്രധ്വനികൾ, അത് കേൾക്കാൻ തന്നെ വല്ലാത്ത രസമാണ്. എന്നാൽ പലരുടെയും സംശയമാണ്, ബലിപെരുന്നാളിൽ ഏത് ദിവസം മുതലാണ് തക്ബീർ ആരംഭിക്കേണ്ടത്, ഏത് ദിവസം വരെയാണ് തക്ബീർ ചെല്ലേണ്ടത് എന്നൊക്കെ പലരുടെയും സംശയമാണ്. തക്ബീറിനെ പൊതുവേ നമ്മൾ രണ്ട് രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. കിതാബുകളിലൊക്കെ കാണാം മുർസലായ തക്ബീർ, മുഖയ്യദായ തക്ബീർ. മുർസലായ തക്ബീർ എന്ന് പറഞ്ഞാൽ ചെറിയ പെരുന്നാളിൻ്റെയും ബലിപെരുന്നാളിൻ്റെയും തലേ ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽ പിറ്റേ ദിവസം ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് വരെ, അതായത് നമ്മൾ പെരുന്നാൾ നമസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് വരെ എല്ലാ സമയത്തും നമുക്ക് ചെല്ലാൻ പറ്റിയ തക്ബീറുകളാണ് മുർസലായ തക്ബീർ. ഇത് രണ്ട് പെരുന്നാളിനുമുണ്ട്, ബലിപെരുന്നാളിനുമുണ്ട്, ചെറിയ പെരുന്നാളിനുമുണ്ട്. എന്നാൽ മുഖയ്യദായ തക്ബീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറഫാ ദിവസത്തിൻ്റെ സുബഹി നമസ്കാരം മുതൽ ആരംഭിച്ച് അയ്യാമുത്ത ശരീക്കിൻ്റെ അസർ നമസ്കാരം വരെയുമുള്ള തക്ബീറുകൾക്കാണ് മുഖയ്യദായ തക്ബീർ എന്ന് പറയുന്നത്. അത് നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രം ചെല്ലുന്ന തക്ബീറുകളാണ്. അത് സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും മയ്യത്ത് നമസ്കാരത്തിന് ശേഷവും ഖളാ വീട്ടുന്ന നമസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാം ചെല്ലാൻ പറ്റിയ തക്ബീറുകളാണ്.